കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും വല്ലാത്ത വഴികളിലേക്ക് ചേരിതിരിഞ്ഞു പോകാൻ തുടങ്ങുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിലെ കുടുംബാധിപത്യത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് കാർത്തി ചിദംബരം എം പി എത്തിയിരിക്കുന്നു. മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ചിദംബരം ഇതുപോലെ തന്നെ തുറന്നടിക്കുകയും ഇന്ദിരാഗാന്ധിക്കെതിരെ വരെയുള്ള വാർത്തകൾ പറയുകയും ചെയ്തു. ഇവിടെ ഇതായപ്പോൾ ശശി തരൂരിന് ശേഷം കാർത്തി ചിദംബരം കൂടി കുടുംബാധിപത്യത്തിനെതിരെ സംസാരിക്കുകയാണ്. ഇന്ത്യയിലെ മിക്ക പാർട്ടികളും നിയന്ത്രിക്കുന്നത് കുടുംബങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ സമൂഹം മാറുന്നതിനനുസരിച്ച് പാർട്ടികളിലും മാറ്റം വരേണ്ടതാണ്. ശശി തരൂരിന് പിന്നാലെയാണ് കോൺഗ്രസിലെ കുടുംബാധിപത്യത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് കാർത്തി ചിദംബരം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ബീഹാർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മിക്ക പാർട്ടികളും നിയന്ത്രിക്കുന്നത് കുടുംബങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ മാറ്റം അനിവാര്യമാണ് എന്നുള്ളതാണ് കാർത്തി ചിദംബരം അടക്കം പറയുന്നത്. സമൂഹം മാറുന്നതിനനുസരിച്ച് പാർട്ടികളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. ശശി തരൂരിന്റെ ഗാന്ധി കുടുംബ വിമർശനത്തിന് പിന്നാലെയാണ് കാർത്തി ചിദംബരത്തിന്റെയും ഇത്തരത്തിലുള്ള വിമർശനം ഉയർന്നു വന്നത്. AICC തിരഞ്ഞെടുപ്പിൽ തരൂരിനെയാണ് കാർത്തി അന്ന് പിന്തുണച്ചിരുന്നത്. കോൺഗ്രസിൽ പുലർപ്പുടനെന്ന് മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും വിമർശനം എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. കുടുംബാധിപത്യത്തിനെതിരെ അടുത്തിടെ ഒരു ലേഖനത്തിൽ കടുത്ത വിമർശനം നടത്തിയും തരൂര് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. ആദ്യ പ്രധാനമന്ത്രി നെഹ്റു, പിന്നെ ഇന്ദിര, രാജീവ് ഗാന്ധി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ചരിത്രം സ്വതന്ത്ര സമര ചരിത്രവുമായിട്ട് ഇഴകിച്ചേർന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ട് എന്നായിരുന്നു ശശി തരൂരിന്റെ വിമർശനം. കുടുംബാധിപത്യം അവസാനിപ്പിക്കുവാൻ നിയമപരമായിട്ടുള്ള പരിരക്ഷ കൂടി വേണമെന്ന് കൂടി തരൂർ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അതേസമയം കോൺഗ്രസിനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ അന്ന് രംഗത്ത് വന്നിരുന്നു. മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് ആണ് നിലവിലേതെന്നും അർബൻ നക്സലുകളെ പോറ്റുന്ന പാർട്ടിയാണ് എന്നുള്ള വിമർശനം വരെ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ശശി തരൂരിന്റെ പ്രശംസ എന്ന് പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി ഡൽഹിയിൽ നടന്ന രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിൽ മോദിയുടെ പ്രസംഗം കേൾക്കാനെത്തിയത് വെറുതെയായിരുന്നില്ല എന്ന് കൂടി ശശി തരൂർ തന്റെ സമൂഹ മാധ്യമത്തിൽ കൂടെ കുറിച്ചു വെച്ചത് കുറിക്കുകൊള്ളുന്നതായിരുന്നു. അത് കോൺഗ്രസിന്റെ നെഞ്ചിൽ തന്നെയാണ് തറച്ചത്. മോദിയുടെ പ്രസംഗം ഒരു സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക നിലപാട് മികച്ചതായും തനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയത്. ദേശീയതയ്ക്കായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും അഭിനന്ദനവും അത് അഭിനന്ദനം അർഹിക്കുന്നതാണ് എന്ന് കൂടി തരൂർ കുറിച്ചു വെച്ചു. ശശി തരൂരിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്ന വിമർശനം മോദി പ്രസംഗത്തിൽ പലവട്ടം പലയിടത്ത് ഉയർത്തി കാണിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളെ വകവയ്ക്കാതെയാണ് തരൂർ മോദിയുടെ പ്രസംഗത്തെ പിന്തുണച്ചത് എന്നുള്ളതാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അപ്രീതിക്ക് വഴിവെച്ച് ഓപ്പറേഷൻ സിന്ദൂർ പ്രതിനിധി സംഘത്തെ നയിക്കാൻ മോദി സർക്കാർ തരൂരിനെ വിദേശത്തേക്ക് അയച്ചത് കോൺഗ്രസും തരൂരും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം കേൾക്കാൻ ചുമയും ജലദോഷവും വകവയ്ക്കാതെ തരൂർ എത്തുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള തരൂരിന്റെ പോസ്റ്റ് കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തിനെതിരെയുള്ള എതിർപ്പ് വീണ്ടും വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ആക്കം കൂട്ടി, ശക്തി കൂട്ടി. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന വളർന്നു വരുന്ന വിപണി മാത്രമല്ല, മറിച്ച് ലോക മാതൃകയാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെ ശശി തരൂർ കുറച്ച് ഒന്നുമല്ല പ്രശംസിച്ചത്. മഹാമാരി പോലുള്ള ആഗോള പ്രതിസന്ധികൾ അതിജീവിച്ചിരുന്നതിനാലും റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടയിലും മുന്നോട്ട് പോകുന്നതിനാലും രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷി എന്ന് പറയപ്പെടുന്നത് ലോകശ്രദ്ധ നേടിയതാണ് എന്ന് പറയുന്നുണ്ട്. താൻ എപ്പോഴും ഇലക്ഷൻ മോഡിലാണ് എന്ന് ആരോപിക്കപ്പെട്ടിരുന്നത് എങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായിട്ട് താൻ വാസ്തവത്തിൽ ഇമോഷണൽ മോഡിലായിരുന്നു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകളെ തരൂർ വളരെ കൃത്യമായി കുറിച്ചു വെച്ചു എന്നുള്ളതാണ് എക്സിൽ. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ഒരു പ്രധാന ഭാഗം കൊളോണിയൽ മാനസികാവസ്ഥയെ അതിജീവിക്കുക എന്നതിനെ കുറിച്ചായിരുന്നു എന്ന് തരൂർ പറയുന്നുണ്ട്. ഇന്ത്യയുടെ പൈതൃകം, ഭാഷകൾ, വിജ്ഞാന സംവിധാനങ്ങൾ എന്നിവയുള്ള അന്തസ് വീണ്ടെടുക്കുവാൻ 10 വർഷ കാലയളവുള്ള ഒരു ദേശീയ ദൗത്യത്തിനായിട്ട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചതായിട്ടും അദ്ദേഹം അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. സാമ്പത്തിക വീക്ഷണത്തിനായും വികസനത്തിന് വേണ്ടി വ്യഗ്രതയോടെ ഇരിക്കുവാൻ രാജ്യത്തോടുള്ള ഒരു സാംസ്കാരിക ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗമെന്നും ആ സദസ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് തനിക്കതിൽ സന്തോഷമുണ്ട് എന്ന് കൂടി തരൂരിന്റെ കുറിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ശശി തരൂർ പ്രധാനമന്ത്രിയെ കുറിച്ച് പുകഴ്ത്തി ആദ്യമായല്ല സംസാരിക്കുന്നത്. തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വഷളായിട്ട്, പ്രത്യേകിച്ചും ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സൗഹൃദ രാജ്യങ്ങളിലേക്ക് അയച്ച സർക്കാർ പ്രതിനിധി സംഘത്തിലെ പ്രതിപക്ഷ മുഖങ്ങളിൽ ഒന്നായിട്ട് തരൂരിനെ തിരഞ്ഞെടുത്ത സമയം മുതലാണ് തരൂരും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ തെറ്റിത്തുടങ്ങിയത്. US-ലേക്കും മറ്റ് 4 രാജ്യങ്ങളിലേക്കുമുള്ള പ്രതിനിധി സംഘത്തെ നയിച്ച തരൂർ പിന്നീട് പല അവസരങ്ങളിൽ പാർട്ടി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുമുണ്ട്.
ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് തരൂരിന്റെ അഭിപ്രായങ്ങൾ കോൺഗ്രസിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് കാരണമായി എന്നതാണ്. ഇത് വലിയൊരു പിളർപ്പിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കും ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റത്തെക്കുറിച്ചുമുള്ള കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചു എന്നതാണ്. എന്നാൽ അത്തരത്തിൽ സംഭവിക്കില്ല എന്ന് തരൂർ വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അതിനകത്തൊരു വ്യക്തതയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 16 വർഷമായി താൻ പാർട്ടിയോടും അതിന്റെ പ്രത്യയശാസ്ത്രത്തോടും വിശ്വസ്തനായിരുന്നുവെന്നും പ്രമുഖ ദേശീയ മാധ്യമത്തോട് തരൂർ പ്രതികരിക്കുമ്പോഴും ആ പ്രതികരണങ്ങൾക്കൊരിക്കലും ആത്മാർത്ഥതയുണ്ടായിരുന്നുവെന്ന് തോന്നുന്നില്ല. ഇതിനു മുൻപും ശരി ശശി തരൂരും കോൺഗ്രസും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വ ശൈലിയിൽ അതിർത്തി പ്രകടിപ്പിക്കുകയും സമ്പൂർണ്ണ മാറ്റം ആവശ്യപ്പെടുകയും ചെയ്ത G23 നേതാക്കളുടെ സംഘത്തിൽ തരൂരും ഉണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തിരുന്നു. ഈ മാസം ആദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെ വിമർശിച്ച് തരൂർ ലേഖനം എഴുതിയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന ലേഖനം. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, തൃണമൂൽ കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് എന്നിവ ഉൾപ്പെട്ട ഇന്ത്യയിലെ കുടുംബവാഴ്ചയുള്ള രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്രീകരിച്ചായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ആ വിമർശനവും ആ എഴുത്തും. പക്ഷെ അതൊന്നും മനസ്സിലാക്കുവാനുള്ള കരുത്തോ കഴിവോ കോൺഗ്രസിന് ഇല്ല എന്നാണ് ശശി തരൂർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ പറഞ്ഞ വാചകങ്ങളെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസുകാർ രംഗത്തെത്തിയതെന്നാണ് അതിന് മറുപടിയായി തരൂർ പറഞ്ഞത്. പക്ഷെ തരൂറിന് മനസ്സിലാക്കുക, നിങ്ങളോളം തന്നെ ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ബുദ്ധിമാന്മാർ തന്നെയാണ്. നിങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക ബുദ്ധിയില്ല മിസ്റ്റർ ശശി തരൂർ. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനോട് താങ്കൾക്ക് ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പോകേണ്ട ഇടം BJPയോ പുകഴ്ത്തേണ്ടയാൾ മോദിയോ ആണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുക. ഈ MP സ്ഥാനമൊക്കെ വലിച്ചെറിഞ്ഞ് വീണ്ടും ഈ തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിനെ ഒരിക്കൽ കൂടി നാഥനില്ലാതാക്കി മാറ്റുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ BJPയുടെ കാൻഡിഡേറ്റായി ഇവിടെ മത്സരിക്കുക. പറ്റിയാൽ നിങ്ങളെ ഈ BJPക്കാർ ജയിപ്പിച്ചെടുത്തേക്കാം. അങ്ങനെ വന്നാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തിയേക്കാം. അങ്ങനെ വലിയ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഇല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് അങ്ങ് UN ശിഷ്ടകാലം വാഴാൻ മോഹിക്കുന്ന അങ്ങയ്ക്ക് ന്യൂയോർക്ക് സിറ്റികൾ കാത്തിരിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ശശി തരൂർ പ്രശംസിച്ചോളൂ, പുകഴ്ത്തിക്കോളൂ നരേന്ദ്രമോദിയെ. നിങ്ങളുടെ ദൂരം അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര എന്ന് പറയപ്പെടുന്നത് അങ്ങ് ന്യൂയോർക്കിലേക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശിഷ്ടകാല ജീവിതം അവിടെയാണ് നിങ്ങൾ ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പ്രതിനിധിയായി മോദിയുടെ ആശംസയോടെ, മോദിയുടെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് ന്യൂയോർക്കിലേക്ക് പറക്കാം.